Hi. So our new chapter, the topic dividend. So section 123 to section 127 deals with the provisions related to dividend. 123 deals with declaration of dividend, 124 unpaid dividend account, 125 IEPF, and 124 capital in abeyance, and last is 127 punishment for the failure of distribution of dividend. 5 sections ആണ് നമുക്ക് ഈ ചാപ്റ്ററിൽ കവർ ചെയ്യുന്നത് ഡിവിഡൻഡ് ചാപ്റ്ററിൽ. So before discussing in detail, now let's discuss what is the concept of dividend. Dividend എന്ന് പറഞ്ഞാൽ എന്താ? Dividend എന്ന് പറഞ്ഞാൽ simply it is a portion of profit which is distributed to the shareholders of the company on the basis of paid up capital. According to section 51 പ്രകാരം പറയുന്നുണ്ട് പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ് is on the basis of paid up capital അടിസ്ഥാനത്തിലാണ് ഡിവിഡൻഡ് കൊടുക്കുന്നത്. സോ ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോഫിറ്റിന്റെ ഒരു നിശ്ചിത വിഹിതം ആർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ്? ഷെയർ ഹോൾഡേഴ്സിന്. അക്കോർഡിംഗ് ടു സെക്ഷൻ 2 clause 35 there is a definition given to the dividend. അവിടെ ഇൻക്ലൂസീവ് ഡെഫിനേഷൻ ആണ് കൊടുത്തുള്ളത്. അവിടെ ഇത്രേ പറയുന്നുള്ളൂ, ഡിവിഡൻഡ് ഇൻക്ലൂഡ്സ് ഇന്ററിം ഡിവിഡൻഡ്. അപ്പൊ ഡിവിഡൻഡ് എന്താണെന്ന് പറയുന്നില്ല ഡീറ്റെയിൽ ആയിട്ട്. There is no actual definition for a dividend. It simply defined dividend includes interim dividend. ഇപ്പൊ ഡിവിഡൻഡിൽ എന്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്? ഇന്ററിം ഡിവിഡൻഡ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം, അപ്പൊ ഇന്ററിം ഡിവിഡൻഡ് മാത്രമല്ല ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഡിവിഡൻഡ് കൺസെപ്റ്റ് എന്താ? നമുക്കറിയാം, ആകെ ഒരു കമ്പനിക്ക് മാത്രമേ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാൻ പാടില്ലാത്തുള്ളൂ. ദാറ്റ് ഈസ് സെക്ഷൻ 8 കമ്പനി. Because it is just for the promotion of its objectives. In section 8 company, there is a prohibition for the declaration of dividend. അവിടെ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാൻ പ്രൊഹിബിറ്റഡ് ആണ് സ്പെസിഫിക്കലി. ബാക്കി എല്ലാ കമ്പനികൾക്കും ഡിവിഡൻഡ് ക്യാൻ ബി ഡിക്ലെയർഡ്. കാരണം കമ്പനിയിലെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ പർപ്പസ് തന്നെ തന്നെയാണ്. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ആൻ ഇൻവെസ്റ്റ്മെന്റ്? ടു ഗെറ്റ് എ അഡിക്വേറ്റ് റിട്ടേൺ കിട്ടാന്നുള്ളതാണ്. എങ്ങനെയാണ് റിട്ടേൺ കൊടുക്കുക? ഇൻ ദ ഫോം ഓഫ് ഡിവിഡൻഡ്. So in this chapter, we are discussing in detail the provisions and the rules and the relevant laws related to the dividend. Okay, now let's discuss in detail dividend. So dividend is a payment made by the company to its shareholders, usually as a distribution of profit, and dividend includes interim dividend. 2 clause 35 ഡിവിഡൻഡ് പറയുന്നത്. നമ്മൾ ഡെഫിനേഷൻസ് പറഞ്ഞു. ഇറ്റ് മേ ബി എൻ എക്സാസ്റ്റീവ് ഡെഫിനേഷൻ, ദാറ്റ് ഈസ് മീൻസ്, ഓർ എൻ ഇൻക്ലൂസീവ് ഡെഫിനേഷൻ ഇൻക്ലൂഡ്സ്, ഓർ മീൻസ് ആൻഡ് ഇൻക്ലൂഡ്. ഹിയർ ഇറ്റ് ഇസ് ഇൻക്ലൂസീവ് ഡെഫിനേഷൻ. ഹിയർ ഡിവിഡൻഡ് ഇൻക്ലൂഡ്സ് ഇന്ററിം ഡിവിഡൻഡ്. ആൻഡ് എ തേർഡ് പോയിന്റ്, the power to pay dividend is inherent in a company and it is not derived from the Companies Act 2013 or the memorandum or the article. Although the act and the article regulate the manner in which dividends are to be declared. ഇപ്പൊ കമ്പനിക്ക് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാന്ന് പറഞ്ഞത് സ്പെസിഫിക്കലി മെമ്മോറാണ്ടത്തിലെ ആർട്ടിക്കിൾ പറയേണ്ട ആവശ്യമില്ല. കാരണം കമ്പനിയുടെ ഒബ്ജക്റ്റ് തന്നെ എന്താ? ടു മേക്ക് പ്രോഫിറ്റ് ആൻഡ് ടു ഡിസ്ട്രിബ്യൂട്ട് ആണ്. ബട്ട് ദ മാനർ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡിവിഡൻഡ് ആൻഡ് ദ റൂൾസ് ഫോർ ദ പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ്, അത് ആർട്ടിക്കിൾസിലും ഇതെല്ലാം സ്പെസിഫൈ ചെയ്യാം. ഓക്കെ, ദെൻ the right to claim dividend by a shareholder arises only after the declaration and final dividend can't be revoked. അപ്പോൾ ഒരു ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് പഠിക്കുന്നുണ്ട്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇന്ററിം ഡിവിഡൻഡ് ആൻഡ് ഫൈനൽ ഡിവിഡൻഡ്. അപ്പോൾ ജനറലി ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാന്ന് പറഞ്ഞത് നിർബന്ധമുള്ള കാര്യമല്ല, മാൻഡേറ്ററി അല്ല. ഇറ്റ് ഈസ് എ ഡിസ്ക്രിപ്ഷൻ ആണ്, പോളിസി ഓഫ് ദ കമ്പനിയാണ്. അപ്പോൾ ഡിവിഡൻഡ് കിട്ടാന്നുള്ളത് മെമ്പേഴ്സിന്റെ റൈറ്റ് ആണ്. ബട്ട് ഈ റൈറ്റ് എന്തുകൊണ്ടാണ് വരുന്നത്? ഓൺലി ആഫ്റ്റർ ദ ഡിക്ലറേഷൻ ഓഫ് ഡിവിഡൻഡ്. ഡിക്ലെയർ ചെയ്താൽ മാത്രമേ ഈ റൈറ്റ്സ് അവൈൽ ചെയ്യാൻ പറ്റുള്ളൂ. ദാറ്റ് ഈസ് സിംപ്ലിഫൈ ചെയ്തിട്ട് പറയുകയാണെങ്കിൽ, ഒരാൾ കമ്പനിയിൽ ഒരു ഷെയർ വാങ്ങി, ഓക്കെ, അടുത്ത വർഷം എനിക്ക് ഇത്ര റിട്ടേൺ കിട്ടണം എന്ന് അദ്ദേഹത്തിന് എൻടൈറ്റിൽമെന്റ് ഇല്ല. ദർ ഈസ് നോ ലീഗൽ റൈറ്റ്. ബട്ട് വൺസ് ഇഫ് എ കമ്പനി ഡിക്ലെയർഡ് ദ ഡിവിഡൻഡ്, ഹി ഈസ് എൻടൈറ്റിൽഡ് ടു റിസീവ് ദ ഡിവിഡൻഡ്. ആൻഡ് the dividend is recommended by the board of directors and declared at the AGM, but not exceed the rate recommended by the board. ഇപ്പോൾ 2 തരം ഡിവിഡൻഡ് ഉണ്ട്, ഇന്ററിം ഡിവിഡൻഡും ഫൈനൽ ഡിവിഡൻഡും. നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിനേക്കാളും ഒരു പോയിന്റ്, ഡിവിഡൻഡ്, ഇവിടെ ഡിവിഡൻഡ് ഉദ്ദേശിക്കുന്നത് ഫൈനൽ ഡിവിഡൻഡ് ആണ്. ഫൈനൽ ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിക്ലെയർഡ് അറ്റ് ദി ഇവന്റ് ഓഫ് എൻ AGM.
ഡിവിഡന്റ് പെർസെൻറ്റേജ് റെക്കമെൻഡ് ചെയ്യുക ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് ഫൈനൽ ഡിവിഡന്റ്. ഫോർ എക്സാമ്പിൾ 12%, 15%, 25%. The percentage of dividend is recommended by the board of directors, but declare എവിടെയാണ്? At the general meeting by the members. മെമ്പേഴ്സിന്റെ പവർ ആണ് ഡിക്ലെയർ ചെയ്യാന്നുള്ളത്. ബട്ട് റെക്കമെൻഡ് ചെയ്യാറാണ് പെർസെൻറ്റേജ്? ഡയറക്ടേഴ്സ്. സോ ഡയറക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്ത പെർസെൻറ്റേജിനേക്കാൾ കൂടുതൽ മെമ്പേഴ്സിനെ ഒരിക്കലും ഡിക്ലെയർ ചെയ്യാനായിട്ട് പോസിബിൾ അല്ല. ഓക്കെ, നൗ ലെറ്റ്സ് ഡിസ്കസ് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ the interim dividend and final dividend. So എന്താണ് interim dividend ഉം final dividend തമ്മിലുള്ള ഡിഫറൻസ്? The first difference, the board of directors declared dividend between the two AGM. Okay, interim dividend എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ board of directorsനാണ് പവർ ഉള്ളത് and they are declared between the two AGM. But final dividend is declared at the AGM, ordinary business and ordinary resolution. AGM-ത്തിലാണ് final dividend ഡിക്ലെയർ ചെയ്യുക. What is AGM? Annual General Meeting. ഓക്കെ, സോ 4 തരം ഓർഡിനറി ബിസിനസ് ആണ് കമ്പനി ലോ പ്രകാരം പറയുന്നത് ഇൻ AGM-ത്തിൽ. 1, ടു റിസീവ്, കൺസിഡർ ആൻഡ് അഡോപ്റ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ബോർഡ് റിപ്പോർട്ട്. 2, ഡിക്ലറേഷൻ ഓഫ് ഡിവിഡൻഡ്. 3, അപ്പോയിന്റ്മെന്റ് ഓർ റീഅപ്പോയിന്റ്മെന്റ് ഓഫ് ഡയറക്ടേഴ്സ്. 4, ഓഡിറ്റേഴ്സ്. ഈ 4 കാര്യങ്ങളാണ് ഓർഡിനറി ബിസിനസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക. ഓർഡിനറി ബിസിനസ് അല്ലാത്തതെല്ലാം സ്പെഷ്യൽ ബിസിനസ് ആണ്. ഓക്കെ, നമ്മൾ സ്പെഷ്യൽ ബിസിനസ് ആണെങ്കിൽ എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെന്റ് വേണം, ബോർഡ് നോട്ടീസിൽ സ്പെസിഫൈ ചെയ്യണം. ഇതെല്ലാം ഇന്റർമീഡിയറ്റ് ലെവലിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, വാട്ട് ആർ ദ 2 കൈൻഡ് ഓഫ് ബിസിനസ്? ഓർഡിനറി ബിസിനസ് ആൻഡ് സ്പെഷ്യൽ ബിസിനസ്. ഹിയർ the dividend is declared at the AGM by passing an ordinary resolution and it is an ordinary business. And interim dividend is declared before the preparation of the financial statement, but final dividend is declared after the preparation of the financial statement. And interim dividend, it can be revoked with the consent of all shareholders. വേണമെങ്കിൽ interim dividend റിവോക്ക് ചെയ്യാം, but final dividend cannot be revoked. Final dividend, once if it is declared, it is an unsecured debt ആണ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം. It must be paid. നിർബന്ധമായിട്ട് പേ ചെയ്തിരിക്കണം. Okay. So now let's discuss what are the 2 types of shares on the base of dividend. 2 തരം ഷെയർസ്, that is equity as well as preference. നമ്മൾ ജനറൽ എപ്പോഴും മനസ്സിലാകുന്ന ഒരു പോയിന്റ് ആണ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ആരാണ്? ഓണേഴ്സ് ഓഫ് ദ കമ്പനിയാണ്. ഈ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് 2 പ്രിഫറൻസ് ആണ് ബേസിക്കലി ഉള്ളത്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്, വാട്ട് ആർ ദ റൈറ്റ്സ് ഓഫ് ദ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്? 1, പ്രിഫറൻഷ്യൽ റൈറ്റ് ഓഫ് ഡിവിഡൻഡ്. That means their dividend rate would be prefixed at the time of issuing of such preference shares. For example, 12%, 14%. ഇത് prefixed ആണ് at the time of issue of preference shares. That is the first preference given to the preference shareholders. And second preference is at the event of a winding up. Winding up in ടൈമിൽ എന്താ ചെയ്യുക? Asset would be realized, liability should be paid off. വിൽക്കാനുള്ളതെല്ലാം വിൽക്കും, കൊടുക്കാനുള്ളതെല്ലാം കൊടുക്കണം. സോ കൊടുക്കുമ്പോൾ, തിരിച്ചു കൊടുക്കുമ്പോൾ, റീപേ ചെയ്യുമ്പോൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനേക്കാളും പ്രയോറിറ്റി വരുന്ന ആർക്കാണ്? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനെയാണ്. ഇതാണ് 2 പ്രിഫറൻഷ്യൽ റൈറ്റ്സ്. അല്ലാതെയും പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രിഫറൻസ് ഷെയർസ് ഉണ്ട്. പാർട്ടിസിപ്പേറ്റിംഗ്, നോൺ പാർട്ടിസിപ്പേറ്റിംഗ്, കൺവേർട്ടിബിൾ, നോൺ കൺവേർട്ടിബിൾ, റെഡീമബിൾ, ഇറഡീമബിൾ. ഇറഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് cannot be issued. Okay. Anyway, it's not our topic. So 2 തരം ഷെയർസ് ഓൺ ദ ബേസ് ഓഫ് ഡിവിഡൻഡ് അടിസ്ഥാനത്തിൽ. ഓക്കെ, 1, that is cumulative preference shares and non-cumulative preference shares. So cumulative preference shares എന്ന് പറഞ്ഞാൽ എന്താ? സപ്പോസ് 12% ഓഫ് ഡിവിഡൻഡ് ആണ് കമ്പനി ഇഷ്യൂ ചെയ്തത്. ദാറ്റ് മീൻസ് സപ്പോസ് ഈ 12% ഡിവിഡൻഡ് കൊടുക്കാൻ സാധിച്ചില്ല, കമ്പനി is unable to pay dividend, then the arrears of dividend would be accumulated for the coming years. അടുത്ത വർഷത്തേക്ക് അക്യുമുലേറ്റ് ആയിക്കൊണ്ടിരിക്കും. അത്തരം പ്രിഫറൻസ് ഷെയർസിനെ വിളിക്കുന്ന പേരാണ് ക്യുമുലേറ്റീവ്. അല്ല, കൊടുത്തില്ലെങ്കിൽ, അക്യുമുലേറ്റ് ആവില്ലെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ആസ് നോൺ ക്യുമുലേറ്റീവ്. ബട്ട് ഓൾ പ്രിഫറൻസ് ഷെയർസ് ആർ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് അൺലെസ് അതർവൈസ് സ്പെസിഫിക്കലി സ്റ്റേറ്റഡ്. ക്യുമുലേറ്റീവ് അല്ല എന്ന് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാ പ്രിഫറൻസ് ഷെയർസിന്റെ നേച്ചർ തന്നെയാണ് ക്യുമുലേറ്റീവ് തന്നെയാണ്. ബട്ട് വാട്ട് അബൌട്ട് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്? നേരത്തെ പറഞ്ഞ പോലെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നത് മാൻഡേറ്ററി അല്ല. It is a discretionary and dividend policy of the company and it is paid after the preference shareholders.
സോ നൗ ലെറ്റ് മീ കൺക്ലൂഡ്. ഇതുവരെ പറഞ്ഞ പോയിന്റ്സ് ഒന്നുകൂടി ഷോർട്ട് ഗ്ലാൻസിൽ പറഞ്ഞു പോവാം. ഒന്ന്, വാട്ട് ഈസ് ഡിവിഡൻഡ്? According to section 2 clause 35, the dividend includes interim dividend. What are the two kinds of dividend? Two kinds of dividend were final dividend and interim dividend. What is the difference? Final dividend at AGM, interim between two AGM. Final dividend by members, interim by board. Final dividend, it cannot be revoked, but interim dividend can be revoked. Okay. Then what are two types of shares? Equity as well as preference. Now we are discussing the topics, the section 123. നേരത്തെ പറഞ്ഞ പോലെ സെക്ഷൻ 123 to section 127 വരെയാണ് ഡിവിഡൻഡ് ചാപ്റ്റർ. ആൻഡ് നൗ വി ആർ ഡിസ്കസിങ് ദ ചാപ്റ്റർ സെക്ഷൻ 123. ഓക്കെ, ഡിക്ലറേഷൻ ഓഫ് ഡിവിഡൻഡ്. സോ നോട്ടിലാണ് നിൽക്കുന്നത്. നമുക്ക് മെറ്റീരിയൽ കമ്പനീസിന്റെ ബാർ ആക്ടും ജസ്റ്റ് റഫായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. ഓക്കെ, സോ ഈ കമ്പനീസിന്റെ ബാർ ആക്ട് നമ്മൾ ചില പോർഷൻസ് നോക്കുന്നത് നിങ്ങൾ എക്സാം എഴുതുമ്പോൾ ആ ലീഗൽ ലാംഗ്വേജ് വരാൻ വേണ്ടിയിട്ടാണ്. പ്ലസ് ക്വസ്റ്റ്യൻ പേപ്പറും അനലൈസ് ചെയ്യുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും എക്സാമിന് ഒരു 5 വർഷത്തെങ്കിലും നോക്കി പോകുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, എനിവേ നൗ ലെറ്റ്സ് ഡിസ്കസ് സെക്ഷൻ 123, ദാറ്റ് ഈസ് ഡിക്ലറേഷൻ ഓഫ് ഡിവിഡൻഡ്. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിവിഡൻഡ് ഡിക്ലറേഷനായിട്ട് ബന്ധപ്പെട്ട പോയിന്റ്സ് ആണ്. The first point is sources. What are the sources of dividend? The first source is out of current year profit after providing depreciation. Depreciation as per the schedule 2. 7 schedules ആണ് കമ്പനീസ് ആക്ടിലുള്ളത്. നമുക്ക് ചില ഷെഡ്യൂൾസ് പഠിക്കാനുണ്ട്. ഷെഡ്യൂൾ 1 ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ് ഫോർമാറ്റ് ഓഫ് മെമ്മോറാണ്ടം ആൻഡ് ആർട്ടിക്കിൾ. ഷെഡ്യൂൾ 2 ഡിപ്രിസിയേഷൻ. ഷെഡ്യൂൾ 3 ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടായിരിക്കും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ബാക്കി 4ഉം 5ഉം 7ഉം we can discuss it later. Okay, so the first source of dividend is current year profit after providing depreciation. Second is out of previous year profit after providing depreciation, അല്ലെങ്കിൽ from both current year നിന്നും previous year നിന്നും, or money provided by the central government or state government or pursuance of any guarantee given by that government. അല്ലെങ്കിൽ central government state government money provide ചെയ്യുക, guarantee provide ചെയ്യുക. So these are the 3 basic source of dividend. Current year profit, പഠിക്കുക എളുപ്പം തന്നെ ക്യാപ്സ്യൂൾ ആയിട്ട്. കറന്റ് ഇയർ പ്രോഫിറ്റ് ആഫ്റ്റർ പ്രൊവൈഡിംഗ് ഡിപ്രിസിയേഷൻ, പ്രീവിയസ് ഇയർ പ്രോഫിറ്റ് ആഫ്റ്റർ പ്രൊവൈഡിംഗ് ഡിപ്രിസിയേഷൻ, ഓർ മണി പ്രൊവൈഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ് ഓർ സ്റ്റേറ്റ് ഗവൺമെന്റ് ഓർ pursuance of any guarantee given by that government. And the next important point is transfer to reserve. For example, കമ്പനിക്ക് ഈ വർഷം 5 കോടി പ്രോഫിറ്റ് കിട്ടി. ഈ 5 കോടിയും ഡിവിഡൻഡ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്ന് നിർബന്ധമില്ല. ഡിവിഡൻഡ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ സിറ്റുവേഷൻ? അത് ഔട്ട്ഫ്ലോ ആണ്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ക്യാഷ് ഔട്ട്ഫ്ലോ പോവാണ്. സപ്പോസ് കമ്പനിക്ക് ഫ്യൂച്ചറിലേക്ക് വേണ്ടി ഇത് കുറച്ച് എമൗണ്ട് മാറ്റി വയ്ക്കണം. കമ്പനിക്ക് ഒരു എക്സ്പാൻഷൻ പ്ലാൻ ഉണ്ട്, അല്ലെങ്കിൽ ഡൈവേഴ്സിഫൈ പ്ലാൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഇൻഫ്രാസ്ട്രക്ചർ കൺസ്ട്രക്ഷൻ ഉണ്ട്. സോ വാട്ട് എവർ, കമ്പനിയുടെ പർപ്പസിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ കുറച്ച് ഫണ്ട് മാറ്റി വയ്ക്കാം ടു റിസർവ്. ബട്ട് ഇറ്റ്സ് നോട്ട് മാൻഡേറ്ററി. അങ്ങനെ മാറ്റി വെക്കണം എന്നൊരു നിർബന്ധമില്ല. വേണമെങ്കിൽ 5 crore ഡിവിഡൻഡ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ഇനി മാറ്റി വെക്കുകയാണെങ്കിൽ തന്നെ ഇറ്റ് ഈസ് എൻ അബ്സല്യൂട്ട് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ കമ്പനി എത്ര പെർസെൻറ്റേജ് മാറ്റി വെക്കണം എന്നുള്ളത്. ഓക്കെ, സോ മാറ്റി വെക്കണോ വേണ്ടയോ എന്നുള്ളത് ഇറ്റ് ഈസ് എ ഡിസിഷൻ ഓഫ് ദ കമ്പനി. ആൻഡ് ഓൾസോ മാറ്റി വെക്കുകയാണെങ്കിൽ എത്രയാണ് പെർസെൻറ്റേജ്, ഇറ്റ് ഈസ് ഓൾസോ ഡിസിഷൻ ഓഫ് ദ കമ്പനി. സോ വാട്ട് ഈസ് ട്രാൻസ്ഫർ ഓഫ് റിസർവ്? Transfer of profit to reserve for any financial year has been left to the discretion of the company. Therefore, a company is free to transfer any portion of its profit to reserve as it may deem fit. It may also decide not to transfer any amount to reserve. For example, a question varana. Last year, ABC Limited has earned a net profit of rupees 5 crore. The company has declared dividend at the rate of 10% and transfer 30% to the reserve. Is it valid or not? The answer is valid. ഞാൻ നേരത്തെ പറഞ്ഞു ട്രാൻസ്ഫർ ചെയ്യണോ വേണ്ടിയോ ഇറ്റ് ഈസ് എ ഡിസ്ക്രിഷൻ. ഓൾസോ പെർസെൻറ്റേജും ഇറ്റ് ഈസ് ഓൾസോ ഡിസ്ക്രിഷൻ. ഈ ലോയിൽ പലപ്പോഴും ദ കമ്പനി മേ അല്ലെങ്കിൽ ഷാൽ എന്ന് പറയാറുണ്ട്. ജനറലി മേ എന്ന് പറയുകയാണെങ്കിൽ എന്താ? ഡിസ്ക്രിഷൻ ആണ്. എല്ലായ്പ്പോഴും ലോയിൽ മേ എന്ന് പറയുകയാണെങ്കിൽ ഡിസ്ക്രിഷൻ ആണ്. ഷാൽ എന്ന് പറഞ്ഞാൽ എന്താ? മാൻഡേറ്ററി ആണ്, നിർബന്ധമായിട്ട് കമ്പൽസറി ആണ്.
ബട്ട് പലപ്പോഴും മേ എന്തായിട്ട് ട്രീറ്റ് ചെയ്യേണ്ടി വരും, ഷാലായിട്ട് ട്രീറ്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ സെക്ഷൻ 3 പ്രകാരം കമ്പനി മേ ബി ഫോം ഫോർ എ ലോഫുൾ പർപ്പസ് എങ്കിൽ അവിടെ ലോഫുൾ പർപ്പസിലല്ലാതെയും കമ്പനി ഫോം ചെയ്യാം എന്ന് ഇന്റർപ്രറ്റ് ചെയ്യാൻ പാടില്ല. ഹിയർ in that section the may shall be interpreted as shall. Okay, so leave it, that is transfer of reserve. And the next point is deposit of amount. The amount of the dividend including interim dividend shall be deposited in a scheduled bank in a separate bank account within 5 days of the date of declaration of such dividend, exception to government company. ആ ഡേയ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്താൽ ഉടനടി കമ്പനി ചെയ്യേണ്ട കംപ്ലൈൻസ് ആണ്. വിതിൻ 5 ഡേയ്സിനുള്ളിൽ എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യണം? ഷെഡ്യൂൾഡ് ബാങ്കിലേക്ക്, സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ടിലേക്ക് ദ ഡിവിഡൻഡ് എമൗണ്ട് ടു ബി ട്രാൻസ്ഫർ. ആൻഡ് ദ നെക്സ്റ്റ് പോയിന്റ് ഈസ് ഡിക്ലറേഷൻ ഓഫ് ഡിവിഡൻഡ് ഫ്രം ദ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്. ഓക്കെ, റൂൾ 3 ആണ് ഇവിടെ പറയുന്നത്, അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്. സോ ജനറലി നമ്മൾ ഫസ്റ്റ് ഒരു പോയിന്റ് പഠിച്ചു, വാട്ട് ആർ ദ സോഴ്സ് ഓഫ് ഡിവിഡൻഡ്. The source of dividend were current year profit, previous year profit or money provided by central government or state government. ഇനി ഇവിടെ ഒരു സിറ്റുവേഷൻ, കമ്പനി ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാണ്, അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്. അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രോഫിറ്റിന്റെ ഒരു ഭാഗം റിസർവിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരിക്കും, അവിടെ നിന്ന് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാണ്. ഇപ്പൊ ഏതാണ് സിറ്റുവേഷൻ അക്യുമുലേറ്റഡ് പ്രോഫിറ്റിന് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാനായിട്ട്? സപ്പോസ് ഇൻ ദ കേസ് ഓഫ് എൻ ആബ്സെൻസ് ഓഫ് പ്രോഫിറ്റ്, ഈ വർഷം ലാഭമില്ല കമ്പനിക്ക്. കഴിഞ്ഞ വർഷം വരെ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിരുന്ന കമ്പനിയാണ്, ഈ വർഷം ലാഭമില്ല എങ്കിൽ ഇൻവെസ്റ്റേഴ്സിന്റെ കോൺഫിഡൻസ് നഷ്ടപ്പെടും, കമ്പനിയുടെ റെപ്യൂട്ടേഷൻ അഫക്ട് ചെയ്യും. ഓക്കെ, അത്ര സിറ്റുവേഷൻസ് വരും. അല്ലെങ്കിൽ ഇൻഅഡിക്വസി ഓഫ് പ്രോഫിറ്റ്, ദാറ്റ് മീൻസ് ഫോർ എക്സാമ്പിൾ ലാസ്റ്റ് 2 ഇയർ അല്ലെങ്കിൽ 3 ഇയർ ആയിട്ട് കമ്പനി 25% ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിരുന്നു. ബട്ട് ഈ വർഷം സോഴ്സ് ഓഫ് ഡിവിഡൻഡിൽ നിന്ന് 25% ഡിക്ലെയർ ചെയ്യാനുള്ള പോർഷൻ ഇല്ല, 10% ഡിക്ലെയർ ചെയ്യാൻ പറ്റുള്ളൂ, അതിനുള്ള പ്രോഫിറ്റേ ഉള്ളൂ. അപ്പൊ 10% ആണ് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ അയറിന് എഫക്ട് ചെയ്യും, കമ്പനിയുടെ ഗുഡ് വില്ലിന് എഫക്ട് ചെയ്യും, ഇൻവെസ്റ്റേഴ്സിന് എഫക്ട് ചെയ്യും, ഓവറോൾ ഷെയർ വാല്യൂ കുറയും. ഇപ്പൊ ലിസ്റ്റഡ് കമ്പനി ആണെങ്കിൽ അവിടെ ഇമ്പാക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇത്തരം കേസിലൊക്കെ കമ്പനിയുടെ ആവശ്യം എന്താ? ആ പെർസെൻറ്റേജ് മെയിൻറ്റെയിൻ ചെയ്യണം. 25 ആണ് ഡിക്ലെയർ ചെയ്തെങ്കിൽ 25% ഈ വർഷവും കൊടുക്കണം. സോ അതാണ് സിറ്റുവേഷൻ. ഓക്കെ, അതിനേക്കാൾ മുമ്പ് ഒരു കാര്യം കൂടി, ഈ പെർസെൻറ്റേജ് ഫിക്സ് ചെയ്യാന്ന് പറഞ്ഞത് ഓൺ ദ ബേസ് ഓഫ് നോമിനൽ വാല്യൂ ആണ്. ഓക്കെ, ഇപ്പൊ എക്സാമ്പിൾ 10 rupees ആണ് ഫേസ് വാല്യൂ എന്ന് വിചാരിച്ചോളൂ ഒരു കമ്പനിയുടെ ഷെയർ. ഈ ഷെയറിന്റെ മാർക്കറ്റ് വാല്യൂ, മാർക്കറ്റിലെ ഈ ഷെയർ സ്റ്റോക്ക് മാർക്കറ്റ് ലിസ്റ്റ് ചെയ്തുള്ള കമ്പനിയാണ്. ഇത് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഈ ഷെയറിന്റെ വാല്യൂ 750 rupees ആണ്. ഇപ്പൊ കമ്പനി സപ്പോസ് ഡിക്ലെയർ ഡിവിഡൻഡ് 10%, 10% ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തു. അതിന്റെ അർത്ഥം മാർക്കറ്റ് വാല്യൂ 750 10% എന്നല്ല മീൻ ചെയ്യുന്നത്, ദാറ്റ് ഈസ് നോമിനൽ വാല്യൂ. ഇപ്പൊ 10 രൂപയുടെ ഷെയർ 10% എന്ന് പറഞ്ഞാൽ 1 rupee. ഓക്കെ, 100% എന്ന് പറഞ്ഞാൽ 10 rupee, 50% എന്ന് പറഞ്ഞാൽ 5 rupee. സോ ഓൺ ദ ബേസിസ് ഓഫ് നോമിനൽ വാല്യൂ അല്ലെങ്കിൽ ഫേസ് വാല്യൂ. ഓക്കെ, അഗൈൻ ലെറ്റ്സ് കം ടു ദ പോയിന്റ്. If in the case of absence of profit or inadequacy profit, the dividend can be declared from the accumulated profit. ഈ accumulated profit എവിടെ പോയിട്ടുണ്ടായിരിക്കും? റിസർവിലേക്ക്. So that's why only the free reserve can be utilized if the dividend is declared from the accumulated profit or accumulated profit. മാത്രമല്ല, there are certain rules to be fulfilled. റൂൾ 3 ഫോളോ ചെയ്യേണ്ടി വരും. ഏതാണ് 4 റൂള്? The first rule is the rate of dividend shall not exceed the average rate of dividend declared in the last preceding 3 years. കഴിഞ്ഞ 3 വർഷത്തെ ആവറേജ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഡിക്ലെയറിനെ എക്സീഡ് ചെയ്യാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ ലാസ്റ്റ് ഇയർ ഡിക്ലെയർ ചെയ്ത 15 ആണ്, അതിനേക്കാൾ മുൻപ് 10% ആണ്, അതിനേക്കാൾ മുമ്പ് 5 ആണ്. So 15 plus 10 plus 5, that is 30 divided by 3 is equal to 10%. So that means if the dividend is declared from the accumulated profit due to absence of profit or inadequacy profit, certain rule to be satisfied. The first rule is the rate shall not exceed the average rate of dividend declared in the last preceding 3 years.
ബട്ട് സപ്പോസ് കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്ത് 2 വർഷമായിട്ടുള്ളൂ എങ്കിൽ ദിസ് റൂൾ ഈസ് നോട്ട് അപ്ലിക്കബിൾ. ഓക്കെ. ആൻഡ് ദ സെക്കൻഡ് പോയിന്റ് ഈസ് amount drawn shall not exceed 1/10 of the paid up capital and free reserve as per the last audited financial statement. കഴിഞ്ഞ ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ പ്ലസ് ഫ്രീ റിസർവ്. പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എക്സാമ്പിൾ 10 lakhs ആണെന്ന് വിചാരിച്ചോളൂ, ഫ്രീ റിസർവ് 10 lakhs ആണെന്ന് വിചാരിച്ചോളൂ, ദാറ്റ് ഈസ് 20 lakhs. അതിന്റെ മാക്സിമം 1/10 മാത്രമേ വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിലപ്പോൾ ഒരു റൂള് മാത്രമല്ല സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്, അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് എന്നാണ് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നെങ്കിൽ എല്ലാ റൂളും സാറ്റിസ്ഫൈ ചെയ്യണം. സോ ദിസ് ഇസ് ദ സെക്കൻഡ് റൂൾ, amount drawn shall not exceed 1/10 of the paid up capital and free reserve. And the third rule, the drawn amount shall be utilized firstly for set off the losses in the current year. അങ്ങനെ ഡ്രോൺ ചെയ്ത എമൗണ്ട് മാക്സിമം എത്ര ഡ്രോൺ ചെയ്യാൻ പറ്റുള്ളൂ? പെയ്ഡ് അപ്പ് ക്യാപിറ്റലിലെ ഫ്രീ റിസർവിന് 10%. അതെന്തിനു വേണ്ടി യൂട്ടിലൈസ് ചെയ്യണം? ഈ വർഷത്തെ സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് ലോസസ്. ആൻഡ് ദ ലാസ്റ്റ് പോയിന്റ്, ആഫ്റ്റർ വിഡ്രോവൽ ദ ബാലൻസ് ഓഫ് ദ റിസർവ് ഷാൽ നോട്ട് ഫോൾ ബിലോ ദ 50% ഓഫ് ദ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. ഇനി വിഡ്രോവലിന് ശേഷം റിസർവിന്റെ ബാലൻസ് ടോട്ടൽ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ, ഇപ്പൊ എക്സാമ്പിൾ ടോട്ടൽ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞത് 10 lakhs ആണെന്ന് വിചാരിച്ചോളൂ. അതിന്റെ 15% എത്രയാണ്? 1.5 lakhs. നമ്മളെ അക്യുമുലേറ്റഡ് ഫ്രീ റിസർവിൽ ഉണ്ടായിരുന്ന 2 ലക്ഷമായിരുന്നു. അതിൽ നിന്ന് പിൻവലിക്കാണ് 1 ലക്ഷം എങ്കിൽ 15% കുറഞ്ഞു. അങ്ങനെ ഒരിക്കലും പാടില്ല. വിഡ്രോവലിന് ശേഷം പെയ്ഡ് അപ്പ് ക്യാപിറ്റലിന് 15% കുറവാവാൻ പാടില്ല റിസർവ്. സോ ദീസ് ആർ ദ 4 rules to be satisfied if the dividend is declared from the accumulated profit. Okay. Now let's discuss the topic interim dividend. Interim dividend നോക്കാം. Interim dividend already പറഞ്ഞു. The board of directors are declaring the interim dividend, and interim dividend can be revoked with the consent of all members. Interim dividend declare ചെയ്യുന്നത് മാൻഡേറ്ററി അല്ല. ബിഫോർ ദ ഫൈനലൈസേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ് interim dividend ഡിക്ലെയർ ചെയ്യുന്നത്. Okay. Now let's go to the point. The board of directors of the company may declare interim dividend during any financial year or at any time during the closure of financial year up to the date of AGM. ഒന്നെങ്കിൽ ഫിനാൻഷ്യൽ ഇയറിന് എപ്പോൾ വേണമെങ്കിലും ഇന്ററിം ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാം, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്തു. എന്നാ ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്ത് ദാറ്റ് ഈസ് 31st March. ആൻഡ് ബിഫോർ ദ ഡേറ്റ് ഓഫ് എൻ AGM നടക്കേണ്ട ഡേറ്റ് എന്താണ്? ഫസ്റ്റ് AGM within 9 months from the closure of financial year. സെക്കൻഡ് ഓഫ് സബ്സിക്വന്റ് AGM within 6 months from the date of closure of financial year. ഇതാണ് ഡ്യൂ ഡേറ്റ്. അതായത് എക്സാമ്പിൾ 31st March ക്ലോസ് ചെയ്യുന്നെങ്കിൽ ഫിനാൻഷ്യൽ ഇയർ, അതർ ദാൻ ഫസ്റ്റ് AGM ആണെങ്കിൽ മാക്സിമം ഡ്യൂ ഡേറ്റ് എന്താണ്? ദാറ്റ് ഈസ് 9 months, അതായത് September 30 സെപ്റ്റംബറിനുള്ളിൽ. ഓക്കെ. സോ ഇന്ററിം ഡിവിഡൻഡ് എപ്പോൾ ഡിക്ലെയർ ചെയ്യാം? ഡ്യൂറിംഗ് അറ്റ് എനി ഫിനാൻഷ്യൽ ഇയർ ഓർ അറ്റ് എനി ടൈം after the closing of financial year but before the date of AGM. Then what are the sources of interim dividend? ഇനി interim dividend സോഴ്സ് എന്തൊക്കെയാണ്? ഒന്ന്, ഔട്ട് ഓഫ് സർപ്ലസ് ഇൻ P&L അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ സർപ്ലസിൽ നിന്ന്, അതാണ് ഫസ്റ്റ് സോഴ്സ്. 2, ഔട്ട് ഓഫ് പ്രോഫിറ്റ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ ഇൻ വിച്ച് സച്ച് interim dividend is sought to be declared, അല്ലെങ്കിൽ ആ വർഷത്തെ ഫിനാൻഷ്യൽ ഇയറിന്റെ പ്രോഫിറ്റിൽ നിന്ന്. Or profit generated in the last quarter preceding declaration. For example, quarter ഏത്? ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ ആണ് ഡിക്ലെയർ ചെയ്യുന്നത് എങ്കിൽ അതിന്റെ പ്രിസീഡിംഗ് ക്വാർട്ടറിന്റെ പ്രോഫിറ്റിൽ നിന്നും the interim dividend can be declared. So first one is surplus in the P&L account or profit in the financial year in which interim dividend is sought to be declared, അല്ലെങ്കിൽ profit generated in the last quarter. Okay. The next point important ആണ്. Suppose if the company has incurred loss during the current year up to the end of the quarter immediately preceding the date of declaration. കമ്പനിക്ക് ലോസ് സംഭവിച്ചിട്ടുണ്ട് കറണ്ട് ഇയറിൽ, ഇന്ററിം ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നേക്കാൾ പ്രിസീഡിംഗ് ക്വാർട്ടർ വരെ, എങ്കിൽ ഇന്ററിം ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നില്ല. ഇറ്റ് ക്യാൻ ബി ഡിക്ലെയർഡ് ബട്ട് വൺ കണ്ടീഷൻ ടു ബി സാറ്റിസ്ഫൈഡ്. ഇമ്പോർട്ടന്റ് ആണ്. Said dividend shall not be declared at the rate higher than the average rate of dividend declared by the company during immediately preceding the financial year. കഴിഞ്ഞ 3 വർഷത്തെ ആവറേജിനേക്കാൾ എക്സീഡ് ചെയ്യാനായിട്ട് പാടില്ല അത്ര സിറ്റുവേഷൻസിൽ. ഓക്കെ. Then declaration of interim dividend shall be ratified at the ensuing AGM by the members. Ratify ചെയ്യാം interim dividend. Then interim dividend സാധാരണ ഫൈനൽ ഡിവിഡൻഡ് പോലെ തന്നെ
it shall be deposited in scheduled bank in a separate account within 5 days. And now let's go to the another important point. What are the modes of payment of dividend? എങ്ങനെയൊക്കെ ഡിവിഡൻഡ് പേ ചെയ്യാം? സോ ഡിവിഡൻഡ് ക്യാൻ ബി പെയ്ഡ് ഇൻ ക്യാഷ് ആയിട്ട് പേ ചെയ്യാം, ഓർ ഇൻ ചെക്ക്, വാറന്റ്, ഇലക്ട്രോണിക് മോഡ്, ഇലക്ട്രോണിക് നെഫ്റ്റ് ട്രാൻസ്ഫർ ആവാം. ഓക്കെ, ആൻഡ് പേയബിൾ ടു ദ രജിസ്റ്റേർഡ് ഷെയർ ഹോൾഡർ ഓർ ഹിസ് ഓർഡർ ടു ദ ബാങ്ക്. ആർക്കാണ് ഡിവിഡൻഡ് കൊടുക്കുക? രജിസ്റ്റേർഡ് ഷെയർ ഹോൾഡർക്കാണ്. ഓക്കെ, അപ്പോൾ ഒരു ഡൗട്ട് വരാം, എ ആണ് ഷെയർ ഹോൾഡർ, എ നെയിം ഇസ് എൻറ്റേർഡ് ഇൻ ദ രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ് ആസ് എ രജിസ്റ്റേർഡ് ഷെയർ ഹോൾഡർ. സപ്പോസ് എ ട്രാൻസ്ഫർ ഹിസ് ഷെയർ ടു ബി. ഇപ്പോൾ ബിയുടെ കയ്യിലെ ഷെയർ ഉള്ളത്, ബട്ട് രജിസ്റ്റേർഡ് ഷെയർ ഹോൾഡർ ആരാണ്? എ ആണ് ഇപ്പോഴും. എങ്കിൽ ആർക്കാണ് ഡിവിഡൻഡ് കൊടുക്കേണ്ടത്? സോ ആ സെക്ഷനാണ് സെക്ഷൻ 127. വി ക്യാൻ ഡിസ്കസ് ഇറ്റ് ലേറ്റർ. So dividend can be paid in cash, check, warrant, electronic mode and payable to the registered shareholder. അല്ലെങ്കിൽ അതിന്റെ ഓർഡർ പ്രകാരം ബാങ്കർക്കും പേ ചെയ്യാം. And in the case of Nidhi Company, if the dividend not claimed within 30 days, such amount shall be credited to his account. സാധാരണ കേസിൽ സെക്ഷൻ 124 പഠിക്കാൻ വരുന്നുണ്ട്, ഡിവിഡൻഡ് 30 ഡേയ്സിൽ ക്ലെയിം ഓർ നോട്ട് പെയ്ഡ്, ഇറ്റ് ഷാൽ ബി ട്രാൻസ്ഫർ ടു അൺപെയ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ട്. ബട്ട് നിധി കമ്പനി ആണെങ്കിൽ അത് ആർക്ക് ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കണം? ഷെയർ ഹോൾഡറിന്റെ അക്കൗണ്ടിലേക്ക്. And the last important point, which companies were prohibited for the declaration of dividend? ഒന്ന്, in Section 8 company. Section 8 companyക്ക് there is a prohibition for the declaration of dividend. Or any default under Section 73 and 74. 73 and 74 എന്ന് പറഞ്ഞാൽ റിലേറ്റഡ് ടു ഡെപ്പോസിറ്റ് ആണ്. നമുക്ക് ചാപ്റ്റർ വരുന്നുണ്ട്, ഡെപ്പോസിറ്റ് എന്താണെന്ന് പറഞ്ഞു പോകുന്നുണ്ട്. സോ അത്രയും ഡിഫോൾട്ട് ആണെങ്കിൽ, ഡെപ്പോസിറ്റ് വാങ്ങി റീപേ ചെയ്തില്ല, ഡെപ്പോസിറ്റ് മറ്റ് നോൺ കംപ്ലൈൻസ് ആണെങ്കിൽ, ഓർ ഇൻ സെക്ഷൻ 8 കമ്പനി ദ ഡിക്ലറേഷൻ ഓഫ് ഡിവിഡൻഡ് ഈസ് പ്രൊഹിബിറ്റഡ്. So that is section 123. So in section 123 we discuss what are the sources of dividend and within how many days the dividend amount shall be deposited after declaration, and what are the 4 rules to be satisfied if the dividend is declared from the accumulated profit. That is the third important point. And fourth one related to the interim dividend. And the fifth point is which companies were prohibited for the declaration of dividend and how the dividend amount can be paid. Okay, അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇറ്റ് ക്യാൻ ബി പെയ്ഡ് ഇൻ ക്യാഷ്. ഇപ്പോൾ എക്സാമ്പിൾ ഒരു ടെക്സ്റ്റൈൽ കമ്പനി ഉണ്ട്, അവിടെ ഒരു 100 ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്. കമ്പനി പ്രോഫിറ്റിൽ നിന്ന് ഡിവിഡൻഡ് ആയിട്ട് എല്ലാവർക്കും ഓരോ ടെക്സ്റ്റൈൽ, ഇപ്പം സാരി ആയിരിക്കാം അല്ലെങ്കിൽ ഷർട്ട്സ് ആയിരിക്കാം, ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു, ഡിവിഡൻഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറഞ്ഞു. ഇറ്റ്സ് നോട്ട് പോസിബിൾ. കാരണം ഡിവിഡൻഡ് ക്യാൻ ബി പെയ്ഡ് ഓൺലി ഇൻ ക്യാഷ്. ക്യാഷ് ആയിട്ട് ചെക്ക് ആയിട്ട് കൊടുക്കണം, ബട്ട് ഇൻ കൈൻഡ് ആയിട്ട് ഇറ്റ് കനോട്ട് ബി പെയ്ഡ്. ഓക്കെ, സോ ദാറ്റ് ഈസ് സെക്ഷൻ 123.